ആരാണ് അയാൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള ആ വ്യക്തി അയാൾ ഇന്നെവിടെ? ശരിയല്ലേ ഈ ചോദ്യം? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തേലുണ്ടോ? എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ, ചെറുതായിട്ടൊക്കെ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ എൻ്റെ പർപ്പസിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇന്നലെ വിളിച്ചിരുന്നു. അയാളുടെ സങ്കടങ്ങൾ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മളിൽ ഓരോരുത്തരും ഇതുപോലെ സങ്കടങ്ങൾ പറയാനും കേൾക്കാനും ഒരാളില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവുമല്ലോ. ഇരുട്ടിനെ ഭയന്ന് പേടിക്കുന്നുണ്ടല്ലോ. ഇരുട്ടെന്ന് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അന്ധകാരത്തെയാണ്. അതായത് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ലവ് അല്ലെങ്കിൽ കമ്പനി എല്ലാതും വേണം, പക്ഷേ പൈസ, അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. സത്യം അതാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഡെവിൾ എന്ന് പറയുന്നത് പണം തന്നെയാണ്. പണം അതുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് വാല്യൂ ഉള്ളൂ എന്നുള്ള ഹ്യൂമാനിറ്റി കൈൻഡ്നെസ് എല്ലാം കഴിഞ്ഞു തുടങ്ങി. പക്ഷേ നമ്മളൊരിക്കലും അതിനെ ഭയക്കരുത്. നമുക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന തോക്കുകളെ നമ്മൾ നഗ്നരായി നിന്ന് ഭയക്കരുത്. നമ്മൾ നേരിടാനുള്ള ശക്തി നമ്മൾ തന്നെ കാണിക്കണം. ഇരുട്ടിൻ്റെ മറവെട്ടി നമ്മൾ മുന്നേറി പോവുക തന്നെ വേണ്ടി വരും. അതിനുള്ള ധൈര്യം നിങ്ങൾ എന്ന് കാണിക്കുന്നു അന്ന് ഇരുട്ടിലെ നിഴലിൻ്റെ ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓരോ മിഡിൽ ക്ലാസ് ജീവികളും, ഞാൻ ജീവികൾ എന്ന് തന്നെ പറയും, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുകയല്ലല്ലോ, ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ മിഡിൽ ക്ലാസ്സുകാരനും കഷ്ടപ്പെട്ട് ഈ ജീവിതം എങ്ങനെയെങ്കിലും പടുത്തുയർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത്? ആ ഒരു സംഭവം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നോ അന്നേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മളുടെ പർപ്പസ് കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കണം. എന്നും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്താണ് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മോട്ടീവ് ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് വീണതിനൊരു പർപ്പസ് ഉണ്ടെന്ന് എന്നും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത്. മരിച്ചു കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് ആലോചിച്ച് പറയാൻ അതേ ഉണ്ടാവുള്ളൂ, ഞാൻ ജീവിച്ചിട്ടാണ് മരിച്ചതെന്ന്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.